യെസ്, അഖിലേന്ത്യാ നേതൃത്വം പറഞ്ഞിട്ട് കേൾക്കാത്ത അണികളോട് ഒടുവിൽ വി.ഡി. സതീശൻ തന്നെ പറയുന്നു, ഇതൊന്നും പാടില്ല. മുഖ്യമന്ത്രി ചർച്ചയുടെ ഭാഗമായി ചേരിതിരിഞ്ഞുള്ള പ്രകടനങ്ങളും ഫ്ലക്സ് സ്ഥാപിക്കുന്നതും ഒഴിവാക്കണമെന്ന് വി.ഡി. സതീശൻ. പാർട്ടിക്കും മുന്നണിക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രവൃത്തികൾ ചെയ്യരുത്, അതിൽ നിന്ന് പിന്മാറണമെന്നും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആഹ്വാനം ചെയ്തു. അഖിലേന്ത്യാ നേതൃത്വവുമായുള്ള ചർച്ചയ്ക്കായി ഡൽഹിയിലേക്ക് പോകുന്നതിന് മുന്നോടിയാണ് സതീശന്റെ പോസ്റ്റ് എന്നാണ് ശ്രദ്ധേയം. അഖിലേന്ത്യാ നേതൃത്വവുമായി ചർച്ചയ്ക്ക് കോൺഗ്രസ് നേതാക്കളായ വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ് എന്നിവർ രാത്രി ഡൽഹിയിൽ തിരിക്കും. വീണ ചേരുന്നുണ്ട് വിശദാംശങ്ങൾ കൃത്യമായി നൽകാൻ. വീണ, ഒരു ചോദ്യം, ഒരു സംശയം. ഒന്നും ചെയ്യരുത് എന്ന് പറയുന്നത് സതീശനാണ്, പക്ഷെ അഖിലേന്ത്യാ നേതൃത്വം പറഞ്ഞിട്ട് കേട്ടിട്ടില്ല, KPCC നേതൃത്വം പറഞ്ഞിട്ട് കേട്ടിട്ടില്ല. ഇവർ സതീശൻ പറഞ്ഞാൽ കേൾക്കുമെന്നൊരു ചോദ്യമുണ്ട്. മറ്റൊന്ന്, വീണ കൃത്യമായി തന്നെ സൂചിപ്പിച്ച പോലെ ഡൽഹിയിലേക്ക് പറക്കും മുമ്പാണ് ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്. ഇതിന് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ശ്യാംബാബു, അത്തരത്തിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടോ എന്ന ചോദ്യത്തിന് നമുക്ക് അത്തരത്തിൽ ലക്ഷ്യങ്ങളുണ്ട് എന്ന് ചിലപ്പോൾ നമുക്കൊരു ഘട്ടത്തിൽ പറയേണ്ടി വരും. കാരണം മുൻ പ്രതിപക്ഷ നേതാവാണ്, MLA ആണ്. അപ്പോൾ കഴിഞ്ഞ 5 വർഷം പ്രതിപക്ഷത്തിരുന്ന പാർട്ടിയെ നയിച്ച നേതാവെന്ന നിലയിൽ ഒടുവിൽ AICC നേതൃത്വം പറഞ്ഞ വാക്ക് പാലിച്ചില്ലെങ്കിലും തൻ്റെ വാക്കിന് വില നൽകുമെന്ന ഒടുവിലത്തെ ഒരു പ്രതീക്ഷയിലാണ് വി.ഡി. സതീശൻ ഇത്തരത്തിൽ സമൂഹ മാധ്യമത്തിലൂടെ, ഫേസ്ബുക്കിലൂടെ പ്രവർത്തകരോട് ഈ ഒരു അഭ്യർത്ഥന നടത്തിയിരിക്കുന്നത്. അഭ്യർത്ഥന എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം AICC നേരത്തെ ഇത്തരത്തിലുള്ള ചേരിതിരിഞ്ഞുള്ള പ്രകടനങ്ങളും ഒപ്പം തന്നെ ഫ്ലെക്സ് സ്ഥാപിക്കുന്നതും ഒഴിവാക്കണമെന്നുള്ള നിർദ്ദേശം പറഞ്ഞു. പക്ഷേ പ്രവർത്തകരാരും തന്നെ കേട്ടിട്ടില്ല. മണിക്കൂറുകൾ കഴിയുന്തോളും കേരളത്തിന്റെ നഗരവീഥികളിലും ഗ്രാമവീഥികളിലും ഉൾപ്പെടെ അനുകൂലിച്ചുകൊണ്ട് KCയെയും അതുപോലെ KC വേണുഗോപാലിനെയും വി.ഡി. സതീശനെയും ഒക്കെയുള്ള രമേശ് ചെന്നിത്തലയും ഒക്കെ അനുകൂലിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകളും ഒപ്പം തന്നെ നിരത്തുകളിൽ ഇറങ്ങിയുള്ള പ്രകടനങ്ങളും പരസ്യ പ്രകടനങ്ങളിലേക്കും എത്തിയിരിക്കുകയാണ്. അത് വലിയ തരത്തിൽ പാർട്ടിക്ക് തലവേദന സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഒരുപക്ഷെ കോൺഗ്രസിന് വോട്ട് ചെയ്ത വോട്ടർമാർ തന്നെ ഇപ്പോൾ ഇരുത്തിയൊന്ന് ചിന്തിക്കുന്നുണ്ടാകും ഇത്തരത്തിൽ വോട്ട് ചെയ്യേണ്ടിയിരുന്നില്ല എന്നുള്ളത്. കാരണം ഇത്തരത്തിലുള്ള പരസ്യ പ്രകടനങ്ങളിൽ നഗരവീഥികളിലേക്ക് എത്തുമ്പോൾ അത് ട്രാഫിക് കുരുക്കളിലേക്ക് കാര്യങ്ങൾ എത്തുന്നു, ട്രാഫിക് നിയന്ത്രണങ്ങൾ കടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ വോട്ടർമാരുടെ മനസ്സിലടക്കം അത്തരത്തിലൊരു സംശയത്തിന് അല്ലെങ്കിൽ പുനർചിന്തനത്തിനടക്കം ഇത് വഴിവെക്കുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. പക്ഷേ വി.ഡി. സതീശൻ പറഞ്ഞ വാക്ക് പ്രവർത്തകർ എത്രത്തോളം എടുക്കുമെന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരുപക്ഷെ വി.ഡി. സതീശനെ അനുകൂലിക്കുന്ന പ്രവർത്തകർ കേട്ടാലും മറ്റു നേതാക്കളെ അനുകൂലിക്കുന്ന പ്രവർത്തകർ അത്തരത്തിലുള്ള വാക്ക് കേൾക്കണമെന്നില്ല. കാരണം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള പ്രചരണങ്ങളിലേക്ക് അല്ലെങ്കിൽ പൊതുനിരത്തിലേക്ക് അടക്കം ഇത് വലിയ തരത്തിൽ ചർച്ചയാകുന്ന രീതിയിലേക്ക് ചേരിതിരിഞ്ഞുള്ള മുഖ്യമന്ത്രി വിഷയത്തിലുള്ള ഈ ഒരു ചർച്ച കടക്കുന്നതിലേക്ക് ഒരുപക്ഷെ KPCCക്ക് തന്നെ നിയന്ത്രിക്കാമുണ്ടായിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. അത് കൈവിട്ടു പോയിരിക്കുന്നു എന്ന് നേതൃത്വത്തിന് തന്നെ ബോധ്യപ്പെട്ട സാഹചര്യത്തിലാണ് ഒടുവിൽ വി.ഡി. സതീശൻ ഇടപെട്ടിരിക്കുന്നത്. ശ്യാമ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മുഖ്യമന്ത്രി വിഷയവുമായി ബന്ധപ്പെട്ട് അന്തിമ ചർച്ചയ്ക്ക് ഹൈക്കമാൻഡ് വിളിപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ചർച്ചയ്ക്കായി അല്പസമയങ്ങൾക്കകമായിരിക്കും വി.ഡി. സതീശനും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയും സണ്ണി ജോസഫും തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെടുന്നത്. ഏകദേശം ഒരു 8:30-9 മണിയോട് കൂടിയായിരിക്കും ഈ ഡൽഹി വിമാനത്തിൽ പുറപ്പെടുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഫ്ലൈറ്റ് ഇപ്പോൾ ഡിലേ ആണ്. അതിനാൽ തന്നെ 7 മണിക്കുന്നുള്ളൊരു യാത്ര അത് വൈകുന്നൊരു സാഹചര്യമാണുള്ളത്. എന്തായാലും ഈ യാത്രയ്ക്ക് മുന്നോടിയായി വി.ഡി. സതീശൻ നൽകിയിരിക്കുന്ന ഒരു പ്രതികരണവും പുതിയ രാഷ്ട്രീയ മാനങ്ങൾ നൽകുന്നുണ്ടോ എന്നുള്ളൊരു സംശയം കൂടി നിലനിൽക്കുന്നുണ്ട്. ഇത്തരത്തിൽ വീണ, ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഈ പോകുന്ന നേതാക്കന്മാരിൽ ആരാണ് മുഖ്യമന്ത്രിയായി തിരിച്ച് ലാൻഡ് ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഒറ്റ വാക്കിൽ വളരെ വേഗം. തീർച്ചയായും ആ ചോദ്യം ഇപ്പോഴും നിലനിൽക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് കഴിഞ്ഞ ദിവസം കേന്ദ്ര നേതാക്കളൊക്കെ എത്തിയപ്പോൾ അവരുടെ ലിസ്റ്റുമായി ബന്ധപ്പെട്ട പേരുകളും ഈ MLA മാർ, നിലവിലെ നിയുക്ത MLA മാർ പിന്തുണയ്ക്കുന്ന നേതാക്കളുടെ പേരുകളടക്കം വന്നെങ്കിൽ പോലും AICCയുടെ വക്താക്കൾ അല്ലെങ്കിൽ നിരീക്ഷകർ അത് തള്ളിക്കളയുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും വി.ഡിക്ക് അനുകൂലമായൊരു തരംഗം ഉണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും. തൊട്ടു പിന്നാലെ പോകുന്നതിന് മുന്നോടിയായിട്ടുള്ള ഇത്തരത്തിലുള്ളൊരു അഭിപ്രായ പ്രകടനം കൂടി നടത്തുമ്പോൾ അത് വി.ഡിക്ക് അനുകൂലമായിരിക്കുന്ന ഒരു നിലപാടായിരിക്കുമോ, വി.ഡി ആയിരിക്കുമോ നിയുക്ത മുഖ്യമന്ത്രി എന്നുള്ള സംശയങ്ങളും ബലപ്പെടുന്ന സാഹചര്യമുണ്ട്. എന്തായാലും ഞായറാഴ്ചയോടുകൂടി സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ആരാണെന്നുള്ളൊരു കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നാണ് AICC വൃത്തങ്ങളും നൽകുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വീണയാണ് കൃത്യമായ വിശദാംശങ്ങൾ നൽകിയത്.